ഒരാളുടെ മരണത്തിനെ നമ്മൾ ഒരിക്കലും കളിയാക്കുകയോ മരണത്തിന് ശേഷം അവരെ അപമാനിക്കാനോ ശ്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞത് ന്യായം. ഇപ്പൊ കാണുന്ന ഖൈസാണ്. ഇറ്റ്സ് മീ ഖൈസ്. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. ഇവൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടു. ഈ ടുട്ടുമോൻ ചെറിയൊരു പോസ്റ്റ് ഇട്ടു. ആ വീഡിയോക്കകത്ത് ഈ മരണപ്പെട്ടിട്ടുള്ള ജുനൈദിനെ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് അവന്റെ മാനറിസവും മൊത്തം നിങ്ങൾ കാണണം. അതറിഞ്ഞപ്പോ ഉണ്ടായ ദേഷ്യത്തിന് തന്നെ കൈ കിട്ടിയിരുന്നെങ്കിൽ മോന്തയടിച്ച് കലക്കിയ വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ. ഇതാണോടാ സംസ്കാരം? ചെയ്യുന്നത് തമ്മാടിത്തരാണെന്ന് ഓർക്കണം. എങ്ങനെ നിനക്ക് കഴിയുന്നടാ ഊളെ? നിങ്ങൾ മനുഷ്യനോ മൃഗം? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നും പറയണ്ട, നിന്റെ പ്രവൃത്തി കണ്ടാ പോരെ. പച്ചത്തെറി വിളിക്കേണ്ടതാ, പച്ചത്തെറി. പക്ഷെ വിളിക്കാത്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കുട്ടികളും കാണുന്നുള്ളതുകൊണ്ടാ. ഓ, ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാ എന്റെ ദൈവമേ. അതില്ലാതെ വയ്യഞ്ചോരം ആടികൊള്ളാത്തന്നെ സോക്കടാവന്. ഈ മെന്റാലിറ്റിയോട് കൂടിയാണോ നീ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ കാണുന്നത്? ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? ഒരാൾ മരണപ്പെട്ടതിന് അയാളെ ഓർമ്മ അയവറക്കുന്നതാ. ഇത് മഹാദ്രോഹമായി പോയി സാറേ. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറുണ്ട് അടിക്കാൻ വേണ്ടത്. ഈ സമയത്ത് ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കാൻ നിനക്ക് പറ്റുന്നല്ലോ. ഇത് എങ്ങാടാ കഴിയുന്നത്? നീ അതാ ശീലം. താനായിട്ട് വിചാരിച്ച മാറ്റാനാവില്ല. പോ. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് മനുഷ്യത്വം, മാനുഷിക മൂല്യം. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. ഒരിക്കലും എന്റെ ഉദ്ദേശം ജുനൈദിനെ കളിയാക്കുകയോ അതല്ലെങ്കിൽ ജുനൈദിനെ മോശക്കാനായി ചിത്രീകരിക്കുകയോ ഒന്നുമല്ല. ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി മാത്രം ചെയ്തതായിരുന്നു. അങ്ങനെ മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവിടെ ജുനൈദ് കളിച്ച ഡാൻസിന് ഇമിറ്റേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ, ഈ ജുനൈദ് ഡാൻസ് കളിച്ച പാട്ടായിട്ടുള്ള വരാം ഞാൻ എന്നുള്ളത് കോപ്പറേറ്റ് ഉള്ള സോങ് ആണ്. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീഡിയോയിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ കരുതി ആക്ഷൻ കാണിച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം, അതാകുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവല്ലോ എന്ന്. ഇതൊരു തരം രോഗ തലയ്ക്ക് തളമയ്ക്കേണ്ടി വരുന്ന തോന്നണേ. അങ്ങനെയാണ് ഞാൻ അവിടെ ആക്ഷൻ ആയിട്ട് അത് കാണിക്കുന്നത്. ഒരു പക്ഷെ ആ പാട്ട് കോപ്പറേറ്റ് അല്ലാത്ത സോങ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ പ്ലേ ചെയ്യിപ്പിച്ചേനെ. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടണേ. എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന പലർക്കും ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ജുനൈദിനെ കുറിച്ച് കൊടുത്തത് ഇഷ്ടമായിട്ടില്ല. പലരും എന്നെ പച്ചയ്ക്ക് ചീത്ത വിളിക്കാനും ഉപദേശിക്കാനൊക്കെ തുടങ്ങി. അന്ന് എന്റെ നാവങ്ങ് ചൊറിഞ്ഞേറി വന്നതാ. പിന്നെ ഈ സ്ഥാപനത്തിൽ വരുന്നവരോട് മോശമായിട്ട് പെരുമാറുന്ന കരുതിയാ ഞാൻ ഇറങ്ങിയത്. നേരമാണ് ഞാൻ എനിക്ക് പറ്റിയ അമളയെ കുറിച്ച് ചിന്തിക്കുന്നത്. വേണ്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ടില്ലായിരുന്നു വിചാരിക്കുന്നത്. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.